وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون കപടവിശ്വാസികളുടെ രണ്ട് മുഖം, ദ്വിമുഖം അല്ലെങ്കിൽ ഒരു ഇരട്ട മുഖമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ലഖിയ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. വിശ്വാസികൾ തമ്മിലുള്ള കടപ്പാട് പറയുന്ന ഹദീസിൽ കാണാം, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക. അപ്പൊ കണ്ടുമുട്ടുക, അതാണ് ലഖിയ എന്ന് പറഞ്ഞത്. ആ ഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വാസികളായി അവർ പുറമെ വിശ്വാസികളായി അഭിനയിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് രണ്ട് മുഖം നിർബന്ധമാണ്. കാരണം വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളും ഉണ്ട്. അവരെ പുറമെ വിശ്വാസികളാണ്, ഉള്ളിൽ അവിശ്വാസികളാണ്. അപ്പൊ സ്വാഭാവികമായി വിശ്വാസികളെ കാണുമ്പോൾ വിശ്വാസികളുടെ മുഖവും അവിശ്വാസികളെ കാണുമ്പോൾ അവരുടെ മുഖവും സ്വീകരിക്കൽ ഇവർക്ക് നിർബന്ധമാവും. അത് അള്ളാഹു അനാവരണം ചെയ്യാണ്. ഇദാ ലഖുല്ലദീന ആമനു, ലഖു അവർ കണ്ടുമുട്ടിന, ഇദാ ലഖു അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ, ഖാലു അവർ പറയും, ആമൻ എന്താ പറയാ, ഇന്നാ മഅക്കും, ഖാലു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. അള്ളാഹു വിശ്വാസികളെ കാണുമ്പോൾ അവർ പറയുന്ന വാക്ക് ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. ഇദാ ഖലൗ, അവർ ഒറ്റക്കായാൽ, തനിച്ചായാൽ, ഖല എന്ന് പറഞ്ഞാൽ, ഖലൗ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാവും. ഇലാ ശയാത്വീനിഹിം, അവരുടെ ആ പിശാചുക്കൾ ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് ആ കപടവിശ്വാസികളുടെ അല്ലെങ്കിൽ അവിശ്വാസികളുള്ള വെറുപ്പ് പറയാൻ, ആ കപടവിശ്വാസികൾ അവരുടെ ആളുകൾക്കിടയിൽ അവർ ഒറ്റക്കായാൽ, അതാണ് ഇദാ ഖലൗ ഇലാ ശയാത്വീനിഹിം, അവരുടെ പിശാചുക്കളിലേക്ക് അവർ തനിച്ചായാൽ, ഖാലു അവർ പറയും, ഇന്നാ മഅക്കും ഞങ്ങൾ നിങ്ങളെ കൂടെ കേട്ടോ, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ
തീർച്ചയായും ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കാണ്. എന്ത് പറഞ്ഞിട്ട്? അവരെ കാണുമ്പോ വിശ്വാസികളാണ് എന്ന് പറയുന്നത് എന്തിനാന്നാ പറഞ്ഞത്? അവരെ പരിഹസിക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. എന്നാൽ അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ കണക്കിന് പരിഹസിക്കുകയാണ്. എങ്ങനെ? എന്താണ് അള്ളാന്റെ പരിഹാസം? ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ, അവരുടെ ആ അവിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിരുവിടലിൽ അല്ലെങ്കിൽ ആ അതിക്രമത്തിൽ അവരെ അയച്ചു വിട്ടുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യണത്? അവരെ പരിഹസിക്കുന്നത്. കാരണം അവസാനം നരകം കൊടുക്കാൻ വേണ്ടി അവരുടെ ആ ഈ കപട വിശ്വാസത്തിൽ തന്നെ അവരിങ്ങനെ മുഴുകിക്കൊണ്ട് അവരങ്ങനെ പോവും. ആ പോകുന്നത് അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ കപട വിശ്വാസികളുടെ രണ്ട് മുഖമാണ് കാണിക്കുന്നത്. അത് അവർക്ക് സ്വാഭാവികമായി ഉണ്ടാവൽ നിർബന്ധമാണ്. എന്താണ് മുഖം? ഇദാ ലഖുല്ലദീന ആമനു, വിശ്വാസികളെ കാണുമ്പോൾ അവർ പറയും ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. എന്തിനാ പറഞ്ഞത്? മുസ്ലിങ്ങളിൽ നിന്ന് ഗനീമത്ത് സ്വത്ത് അതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വിശ്വാസികളായി നിൽക്കണം. അതിനാണ്. അതിനവർ വിശ്വാസികളെ കാണുമ്പോൾ പറയും ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ നിങ്ങളെ കൂടെ എന്ന് പറയും. വ ഇദാ ഖലൗ, ഖലൗ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാവുക, തനിച്ചാവുക എന്നതാണ്. അവർ തനിച്ചാകുമ്പോൾ എങ്ങോട്ട്? ആരുടെ കൂടെ? ഇലാ ഷയാത്തീനിഹിം, ഷൈത്താൻ എന്നതിന്റെ ബഹുവചനമാണ് ഷയാത്തീൻ. അവരുടെ പിശാചുക്കളിൽ അല്ലെ ആ പിശാചുക്കളുമായി ഇവർ തനിച്ചാകുമ്പോൾ, ആ പിശാചുക്കൾ എന്ന് അല്ലാഹു പറഞ്ഞത് കപട വിശ്വാസികളെ സംബന്ധിച്ചാണ്. അവരെടുത്തെത്തി എന്താ പറയാ? ഇന്നാമഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്നവർ പറയും. അങ്ങനെ അവരുടെ ആ രണ്ട് മുഖം അള്ളാഹു കാണിക്കുകയാണ്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചൊരു പദം ഹലൗ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റക്കായാൽ. സത്യത്തിൽ ഇതാണ് കാപട്യത്തിന്റെ അടിത്തറ. എന്ത്? ഞാൻ ഒറ്റക്കാണ്, ഇന്നാരും കാണുന്നില്ല എന്ന ബോധം എപ്പോഴാണോ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, അപ്പോൾ നമ്മൾ വിശ്വാസ രംഗത്ത് കാപട്യമാവും, കപടനാവും. കാരണം അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ തയ്യാറാവും. സത്യത്തിൽ എന്താണ്? ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റക്കല്ല. കാരണം അള്ളാഹു ഉണ്ട് അവന്റെ കൂടെ. നന്മ തിന്മ രേഖപ്പെടുത്തുന്ന മലക്കുണ്ട കൂടെ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഇദാമാ ഖലൗതു ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ഇദാമാ ഖലൗതു ദഹ്റ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ഒറ്റക്കാണ് എന്നൊക്കെ തോന്നിയാൽ ഫലാ തഖുൽ, നീ പറയരുത് ഖലൗതു, ഞാൻ ഒറ്റക്കാണ്. പിന്നെന്താ പറയരുത്? ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ എന്റെ കൂടെ ഉണ്ട് എന്ന് നീ പറയാവൂ. ഒരിക്കലും നീ ഒറ്റക്കാന്ന് പറയാൻ തന്നെ വളരെ തെറ്റുവാണല്ലോ. കാരണം അള്ളാഹിനെ പറ്റി പറഞ്ഞത് വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെ പോയാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്നീ സ്വഭാവ ഗുണങ്ങളുള്ള രണ്ട് മലക്ക് അറിയാതെ അവർ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, മനസ്സിന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒറ്റക്കല്ല. ഈ ഒറ്റക്കാണ്, എന്നെ ആരും കാണുന്നില്ല എന്ന് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത്, അവിടെയാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുക. എന്നാൽ ഈ ബോധം എപ്പോഴും നിലനിൽക്കുക എന്നതാണ് വിശ്വാസിയുടെ സ്വഭാവം. അതുകൊണ്ട് അവർക്ക് ഒരു മുഖം ഉണ്ടാവുള്ളൂ, ഇവർക്ക് രണ്ടു മുഖം ഉണ്ടാവും. പരിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ എന്നൊരു അധ്യായമുണ്ട്. നമുക്കറിയാം 25ഓളം പ്രവാചകന്മാരെ പേര് ഖുർആനിലും ഹദീസിലും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെ പേരിലും ഖുർആനിൽ സൂറത്തില്ല. ഒരു പ്രവാചകൻ അല്ലാതിരുന്നിട്ടും ലുഖ്മാൻ എന്ന മനുഷ്യന്റെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അള്ളാഹിന്റെ അടുക്കലുള്ള മഹത്വമാണ് കാണിക്കുന്നത്. ആ മഹത്വം കിട്ടാൻ കാരണം എന്താന്ന് സൂറത്ത് ലുഖ്മാൻ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും.
അതിൽ അദ്ദേഹം ഒരു മനുഷ്യന്റെ ധാർമ്മിക മൂല്യം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതത്തിൽ അടിത്തറ പാകേണ്ടത് എങ്ങനെയാന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് തന്റെ മകന് കൊടുത്ത ഉപദേശത്തിലൂടെ. അത് വായിച്ചു നോക്കിയാൽ അതിലൊന്നെന്താ അറിയോ? യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സ്വഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, എത്ര ചെറിയൊരു കാര്യമാവട്ടെ, അത് നീ പ്രവർത്തിച്ച ആ പ്രവർത്തനം ആകാശത്തോ ഭൂമിയിലോ മരുഭൂമിയിലോ എവിടെ കൊണ്ടുപോയി നീ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു അത് കൊണ്ടുവരും. അത്ര സൂക്ഷ്മജ്ഞാനിയാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു. ഇത് ഒരു കുട്ടിന്റെ മനസ്സിൽ വളർത്തിയെടുത്തു എന്നതാണ് ഖുർആനിൽ പേര് പറയാൻ മാത്രം അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ മകന്റെ പേര് ആസിം റളിയല്ലാഹു അൻഹു എന്നാണ്. മൂത്ത മോന്റെ പേര് അബ്ദുല്ലാഹിബിൻ ഉമർ എന്നാണ്. ഇബിനു ഉമർ എന്ന് നമ്മൾ പറയും. ഇബ്നു റളിയല്ലാഹു അൻഹു കല്യാണമൊക്കെ കഴിച്ചു, കുട്ടികളുണ്ട്. ഇനി അടുത്ത് കല്യാണം കഴിക്കേണ്ടത് ആസിം റളിയല്ലാഹു അൻഹു ആണ്. ആസിം റളിയല്ലാഹു അൻഹു ആരെ കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ഉമർ റളിയല്ലാഹുവിനെ പറ്റി അറിയുന്ന മുഴുവൻ ആളുകളും കേട്ട ചരിത്രമാണ്. നമുക്കറിയാലോ, രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പാൽക്കാരി പെൺകുട്ടിയും ഉമ്മയും നടത്തിയ സംഭാഷണം ആ വീടിന്റെ ബാക്കിൽ ഉമർ റളിയല്ലാഹുവിനുണ്ട്. ബാക്കി ഞാൻ പറയണ്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോളെ, ഇന്ന് പാല് കറന്നു നോക്കുമ്പോൾ പാല് വളരെ കുറവാ, അത് എല്ലാവർക്കും കൊടുക്കാൻ തികയൂല, അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ ലേശം വെള്ളം പാലും എല്ലാം നിവൃത്തിയില്ല. മോള് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉറങ്ങി. മുത്ത് പറയുമ്പോ മുറല്ലാന്ന് പറഞ്ഞില്ലേ പാലില് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന് ഉമ്മ പറയുന്ന മറുപടി നമ്മുടെ ഒരു നാടൻ മറുപടിയാണ്. അതിന് ഉമ്മറ കാണില്ലല്ലോ, ഈ തൽക്കാലം കുറച്ച് വെള്ളം പാരും എന്ന് പറഞ്ഞപ്പോ ആ മകള് പറഞ്ഞൊരു മറുപടി, അതാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഉമ്മ, ഉമർ കാണില്ലെങ്കിലും എന്നെയും നിങ്ങളെയും ഉമറിനെയും സൃഷ്ടിച്ച റബ്ബ് കാണൂലമ്മ. ആ വീടിന് അടയാളം വെക്കുകയാണ് ഉമറുള്ള. സുബഹി നിസ്കരിച്ച് മക്കൾ ഒരുമിച്ച് കൂട്ടുക. ആസിം റളിയല്ലാഹുവിനോട് പറയാണ്, ഇതെങ്ങനെ ഇടവഴിക്ക് നേരെ പോയാൽ ഒരു വീടുമ്പോൾ ഞാനൊരു അടയാളം വെച്ചിരും, അവിടെ ഒരു പെൺകുട്ടി ഉണ്ട്, കണ്ടാ പറ്റുമോ നോക്ക്, വേറൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ നോക്കൂ, 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് മരുമകളായി കയറി വന്ന രണ്ടാമത്തെ പെണ്ണ് ഈ ആട്ടിടയത്തി പെൺകുട്ടിയാണ്. എന്താണ് അതിന്റെ യോഗ്യത? അതിന്റെ യോഗ്യത ഇത്രേ ഉള്ളൂ, ഏത് കൂരാക്കൂരിട്ടിലും അള്ളാഹുവിലുള്ള വിശ്വാസം ആ പെൺകുട്ടിന്റെ മനസ്സിനെ രാത്രി 3 മണിക്ക് ഇത്ര പ്രകാശോജ്വലമാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു വിശ്വാസിയുടെ ഈമാന്റെ അടയാളം. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറയുന്നത്, ഇദാ മാ ഖലൗതു ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു. എപ്പോഴെങ്കിലും നീ ഒറ്റക്കായാൽ നീ ഒറ്റക്കാന്ന് ഒരിക്കലും പറയരുത്. വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ പറയേണ്ടത്, എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവന്റെ കൂടെ ഉണ്ട്. അല്ലാത്തവരൊക്കെ പോയിക്കുന്നു. അല്ലാത്തവർ പോയാലും വന്നാലും ഇക്കെന്താ? എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ജനങ്ങൾക്ക് ആർക്കും സാധിക്കോ? ഇല്ല. എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആർക്കും അറിയാൻ സാധിക്കോ? ഇല്ല. ആ അറിയാൻ സാധിക്കാത്തവരൊക്കെ പോയിക്കണ്. പക്ഷെ സാധിക്കുന്നവന്റെ കൂടെ ഉണ്ട് എന്നേ നീ പറയാവൂ. അപ്പോ ഇദാ ഖലൗ ഇലാ ശയാത്തീനി, അവർ അവരുടെ പിശാചുക്കളിലേക്ക് തനിച്ചാകുമ്പോൾ അവർ അവരുടെ ആളുകളോട് പറയും, ഇന്നാ മഅക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെ, ഇന്നാ മഅക്കും. എന്നിട്ട് പറയാ, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. ഇന്നമ എന്ന വാക്കിന്റെ പ്രത്യേകത, മലയാളത്തിൽ അതിന്റെ അർത്ഥം എഴുതുമ്പം തീർച്ചയായും അർത്ഥം എഴുതുക. പക്ഷെ ഇന്നമന്റെ പ്രത്യേകത, ഇന്നമാന്ന് പറഞ്ഞിട്ടൊരു സംഗതി പറഞ്ഞാൽ അത് ഉറപ്പാണ്, അത് മാത്രമാണ്. ഇന്നമാ അന ബശറും മിഥിലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. അതേപോലെ വാക്ക് ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ എന്ന് പറയാനുള്ള യോഗ്യത ഇനി പറയാൻ പോകുന്ന ആളുകൾക്ക് മാത്രമാണ്.
ഇനി അതേ വാക്ക് വെച്ച് നിങ്ങൾ പറയും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങള് പരിഹസിക്കുക മാത്രമാണ്, ഞങ്ങള് വിശ്വാസികളാണ് എന്ന് ഓലെ കേൾക്കെ പറഞ്ഞതിൽ ഒരാത്മാർത്ഥതയില്ല എന്നവർ പറയും. അള്ളാഹു പറയാണ്, ആ അള്ളാഹു എന്നെ കാണുന്നില്ല, ഞാൻ ഒറ്റക്കാണ് എന്ന ചിന്താഗതി തന്നെ കാപ്പട്ടിയാണ്. പരിഹാസം കപട വിശ്വാസിന്റെ സ്വഭാവമാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, തീർച്ചയായും ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അവരുടെ വിശ്വാസം ഞങ്ങളെ മനസ്സിനെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നവർ പറയാം. അള്ളാഹു അതിന് പറഞ്ഞ മറുപടി അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ പരീക്ഷിക്കുന്നു. അള്ളാന്റെ പരിഹാസം ഉടനെ ശിക്ഷ കൊടുത്തിട്ട് തീർക്കുകയല്ല, എന്തെങ്കിലും പരീക്ഷണം പോലെ കൊടുത്തിട്ട് പോലെ തളർത്തുകയല്ല. പിന്നെ ഫീ തുഗ്യാനിഹിം, അവരുടെ ആ അതിക്രമത്തിൽ യഅ്മഹൂൻ, അവരങ്ങനെ സ്വൈര്യവിഹാരം നടത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോ ഇത്രയും കാപട്യം ഉണ്ടായിട്ട് അള്ളാഹു പോലെ എന്താ ശിക്ഷിക്കാത്തത്, ഓൽക്ക് എന്താണ് ഒരു പരീക്ഷണം വരാത്തത്, അവർക്ക് എന്താണ് പുനർജിതം നടത്താനുള്ള ഒരു പ്രയാസം എന്താ കൊടുക്കാത്തത്. ആ കൊടുക്കാതെ ഓല ആ കപട വിശ്വാസത്തിൽ ഇങ്ങനെ മുഴുകി അവരെ വിചാരത ആരും അറിയണില്ല എന്നാ, അങ്ങനെ ജീവിക്കാൻ വിടലാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരിഹാസം. എന്നിട്ട് എന്തിനാ, അവസാനം നരകത്തിലെത്തും, അവസാനം നരകത്തിലെത്തും. അതിന് പറയുന്ന പേര് ഇസ്തിദ്റാജ് എന്നാ. അത് നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വല്ലദീന കദ്ദബൂ ബി ആയാതിനാ സനസ്തദിരിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ. സൂറത്ത് അറാഫിൽ നോക്കിയാൽ കാണാം 182 ആയത്തിൽ എന്താ പറഞ്ഞത്, വല്ലദീന കദ്ദബൂ ബി ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിഷേധിക്കുന്ന കളവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഞാനിങ്ങനെ അയച്ച് ലൂസാക്കി വിടും. എന്തിനാ ചൂണ്ടൽമല് ഒരു എര കോർത്തിട്ട് ആ എര ഒരു മത്സ്യം കൊത്തുമ്പോ ലൂസാക്കി വിടുന്നത്? ആ മത്സ്യത്തോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല. ഓ മൂപ്പര് തിന്നോട്ടെ, വിഷം മാറിക്കോട്ടെ വെച്ചിട്ടാ. മൂപ്പര് നന്നായി തിന്ന് ഈ ചൂണ്ടൽ തൊള്ളയിലെത്തി ഉറപ്പ ഒരൊറ്റ വലിയ ശിക്ഷിക്കാനാണ്. അതാണ് ഇവിടെ കപട വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരിഹാസം. ഇസ്തിദ്റാജ് എന്നാ പറയാ. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ഗസൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് എന്താണ് ഇസ്രായേലിനെ അള്ളാഹ് ശിക്ഷിക്കാത്തത്, എന്താണ് ഒരു പരീക്ഷണം ഉണ്ടാവാത്ത നമ്മൾ ആലോചിക്കല്ലേ? അതിന്റെ ഉത്തരാത് അവരെ ആ ചെയ്തികളിൽ അള്ളാഹു അങ്ങനെ വിടും. അതിന്റെ തിക്തഫലം കിട്ടുമ്പോ ഏറ്റവും കടുപ്പുള്ളതായി ഫിർഔനെ നശിപ്പിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സൂറത്തുൽ ഖസസിൽ കാണാം. ഒരു രക്ഷയില്ല എന്ന് കണ്ടാട് അള്ളാന്റെ മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. എന്താ പ്രാർത്ഥന? പടച്ചോനെ, നീ റബ്ബന ഇന്നക ആതൈത ഫിർഔന സീനത്തം വ അംവാലൻ, എത്രേ സമ്പത്തും ഭംഗിയും അലങ്കാരവും സ്വത്തുമാണ് അധികാരവുമാണ് റബ്ബേ നീ ഫിർഔന് കൊടുത്തത്. അതൊക്കെ ജനങ്ങളെ തൗഹീദിൽ നിന്ന് അകറ്റാൻ വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സിന് നീ കടുകട്ടി കൊടുക്കണം, വിശ്വസിക്കരുത്. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ കാണുന്നത് വരെ വിശ്വസിക്കരുത് റബ്ബേ. അതാണ് മൂസാനി പ്രാർത്ഥിച്ചത്, അല്ല ഓനെ നശിപ്പിക്കാനല്ല. ഓനെ ഈ പ്രാർത്ഥന കേട്ട ഉടനെ ആണ്ട് ബോംബിട്ട് അല്ലെങ്കിൽ ഇടിപൊട്ടി നശിപ്പിക്കണം എന്നല്ല മൂസാനി പ്രാർത്ഥിച്ചു. ഓലെങ്ങനെ ലൂസാക്കി വിട്, ഒരു വിശ്വസിക്കരുത്. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ കാണുന്നത് വരെ. അള്ളാഹു സ്വീകരിച്ചു. സൂറത്ത് യൂനുസ് മറിച്ച് നോക്കിയാൽ കാണാം, ഫിർഔൻ മുങ്ങി മരിക്കുന്ന സമയത്ത് ഫിർഔൻ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഞാനിതാ ബനൂ ഇസ്രായേൽക്കാർ വിശ്വസിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് ഈ പിന്നെ വെള്ളത്തിന്റെ അടി കണ്ടോ പറഞ്ഞു. അള്ളാഹ് സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. അതാണ് യഥാർത്ഥ പരിഹാസം. അബൂലഹബ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നടത്തിയ പ്രബോധനം കുടുംബ സംഘമാണ്. സൂറത്ത് ശുഅറയിൽ അല്ലാഹു ആവശ്യപ്പെട്ടു, വ അൻദിർ അശീറതകൽ അഖറബീൻ, പ്രവാചകരെ അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ട് താങ്കൾ താക്കീത് നൽകണം. അപ്പൊ സ്വന്തം കുടുംബക്കാരി, ഇളയമനി, അമ്മായിമ്മ, മുത്തമ്മനി, എളാപ്പനി ഒക്കെ വിളിച്ചിട്ട് സ്വഫാ കുന്നിന്റെ അടുത്ത് വെച്ചിട്ട് ദഅവത്ത് നടത്തിയ നമുക്ക് എല്ലാവർക്കും അറിയാലോ.
അവിടുത്തെ ആദ്യത്തെ വിമത ശബ്ദം ആരുടേതായിരുന്നു? അബൂലഹബിൻ്റെതായിരുന്നു. ആ അബൂലഹബ് മരിക്കുന്നത് വരെ തുടർന്നു. അവൻ ജീവിച്ചിരിക്കെ അള്ളാഹു പറഞ്ഞില്ലേ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു. നശിക്കൂ, നാറൻ, നരകത്ത് പോവാൻ, അത്യുജ്വലമായ ജ്വാലുള്ള നരകത്തിലോ കടക്കുന്നു. അവൻ ജീവിച്ചിരിക്കുമ്പോ അള്ളാഹു പറഞ്ഞില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് എന്തെങ്കിലും അവനെങ്ങാനും വിശ്വസിച്ചിരുന്നെങ്കിൽ ഖുർആൻ തിരുത്തേണ്ടി വരില്ലേ? ഇവൻ മരിക്കുന്നതിന് മുമ്പാണ് അള്ളാഹ് പറഞ്ഞത് ഓൻ വിശ്വസിക്കൂല, ഓൻ നരകത്ത് പോവും, ഓൻ തീ ജ്വാലുള്ള നരകത്തിൽ കിടന്നെരിയും. ഓനും മാത്രമല്ല, അവന്റെ പെണ്ണുങ്ങളുണ്ട്, ഹമ്മാലത്തൽ ഹതബ്, ഉമ്മു ജമീല എന്ന് ബാപ്പ പേരിട്ട, ഖുർആൻ വിറക് ചുമട്ടുകാരി എന്ന് ആക്ഷേപിച്ച തന്റെ ഭാര്യനെയും അബൂലഹബിനെയും അള്ളാഹ് ശപിച്ചല്ലോ, ശപിച്ചു. എന്നാൽ ഖുർആനെ പരാജയപ്പെടുത്താനെങ്കിലും അവൻ വിശ്വസിക്കാൻ തയ്യാറായോ? തയ്യാറാവൂല. അങ്ങനെ അവന്റെ മനസ്സ് അതിന് പാകപ്പെടുത്തി കളയും. അതാണ് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പരിഹാസം. അതാണ് ഇവിടെ പറഞ്ഞത്, അള്ളാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. യമുദ്ദു, മദ്ദ യമുദ്ദ, നീട്ടിവിടുക. മദ് നമ്മൾ ഖുർആൻ ഓതുമ്പോ വലൗ ശാ അല്ലാഹു, അതിന്റെ മദ്ദ യമുദ്ദു എന്നാണ്, നീട്ടിവിടുക എന്ന്. യമുദ്ദുഹും, അവരെ അള്ളാഹു നീട്ടി അയച്ചു വിടും, ഫീ തുഗ്യാനിഹിം, അവരുടെ ഈ അതിക്രമത്തിൽ, യഅമഹൂൻ, അവർ അതിലിങ്ങനെ ലയിച്ചു ചേർന്ന് ഇങ്ങനെ പോകും. അവസാനം എവിടെത്തും? നരകത്തിൽ. അതാണ് കപടവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പരിഹാസം. എന്താ? ഇവര് വിശ്വാസികളെ പരിഹസിക്കുകയാണ്. അതിന് പകരം അള്ളാഹ് കൊടുക്കുന്ന പരിഹാസം ഇതുപോലെയാണ് എന്നാണ്. ഇനി അള്ളാഹു പറയുന്നു, ഉലൈകല്ലദീന ഇശ്തറവു ദ്ദലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഉലൈക, അക്കൂട്ടർ, ഈ കപടന്മാർ, ഇഷ്തറ എന്നത് വാങ്ങാന, ബാഅ വിറ്റു, ഇഷ്തറ വാങ്ങി, ഇഷ്തറൗ അവർ വിൽക്കുന്നു, വാങ്ങുന്നു, അദ്ദലാലത ദുർമാർഗത്തെ, ബിൽ ഹുദ സന്മാർഗത്തിന് പകരം. കപടവിശ്വാസം ഏറ്റവും വലിയ നഷ്ടക്കച്ചവട. അവർ സന്മാർഗം കൊടുത്ത് ദുർമാർഗം തിരിച്ചു വാങ്ങുന്നു. ഫമാ റബിഹത് തിജാറതു, റബിഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു. മാ റബിഹ, വിജയിച്ചില്ല, വിജയിക്കൂല. തിജാറത്തുഹും, അവരുടെ കച്ചവടം. വമാ കാനു, അവർ ആയി തീരുകയുമില്ല. മുഹ്തദീൻ, സന്മാർഗം ലഭിച്ചവരായി തീരുകയുമില്ല. ഓരോ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഉലൈക, അക്കൂട്ടർ, കൂട്ടർ നേരത്തെ പറഞ്ഞ കപടന്മാർ. അല്ലദീന ഇശ്തറവു, അവർ വാങ്ങുന്നവരാണ്, അവ്വലാലത്ത വഴികേടിനെ, ബിൽ ഹുദ സന്മാർഗം കൊണ്ട്. സന്മാർഗാണ്ട് കൊടുത്തിട്ട് സന്മാർഗം കിട്ടിയത് നേരത്തെ കിട്ടിയതിന് ഒരു പ്രത്യക്ഷത്തിലെങ്കിലും വിശ്വാസികളാണല്ലോ. വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാനും അത് വിശ്വാസികളോട് കൂടെ ജീവിക്കാനും അള്ളാഹു അവസരം കൊടുത്തിട്ട് ആ ഹിദായത്തിനെ കൊടുത്തിട്ട് വലാലത്ത് ഇങ്ങോട്ട് വാങ്ങാണ്. അതാണ് ഉലൈകല്ലദീന ഇശ്തറവു ദ്ദലാലത ബിൽ ഹുദാ, സന്മാർഗം കൊടുത്തിട്ട് ദുർമാർഗം വാങ്ങാം. സഹോദരന്മാരെ, ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒന്നുകിൽ സാധനം അല്ലെങ്കിൽ സേവനം. ഒരു ഡോക്ടർ വിൽക്കുന്നത് സേവനമാണ്, ഒരു വക്കീൽ വിൽക്കുന്നത് സേവനമാണ്, ഒരു ഡ്രൈവർ വിൽക്കുന്നത്, കൊടുക്കുന്നത്, മുതലാളി കൊടുക്കുന്നത് സേവനമാണ്. കച്ചവടക്കാരൻ കൊടുക്കുന്നത് ഗുഡ്സ്, വസ്തുക്കളാണ്. രണ്ടായിരുന്നു ശരി. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ എക്സ്ചേഞ്ച് ആണ് എന്ത്? ബിസിനസ്. ഒരു ബിസിനസ് എപ്പോഴാണ് ലാഭകരമാവുക? നമ്മൾ മുടക്കിയതിനേക്കാൾ നമുക്ക് മെച്ചപ്പെട്ടത് കിട്ടുമ്പോൾ, ഏറ്റവും ചുരുങ്ങിയ തുല്യമായതെങ്കിലും കിട്ടണം. ഇവിടെ വരെ കച്ചവടത്തെ പറ്റി അള്ളാഹു പറഞ്ഞു, മാ റബിഹ, വിജയിച്ചില്ല, ലാഭകരമായില്ല, തിജാറത്തും, അവരുടെ കച്ചവടം. കാരണം ഹിദായത്ത് കൊടുത്തിട്ട് ദുർമാർഗം വാങ്ങിയാൽ ആ കച്ചവടം എങ്ങനെ രക്ഷപ്പെടും? സഹോദരന്മാരെ, ഹിദായത്താണ് എന്താ? അള്ളാഹ് തരണ്ടേ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ കഴിയോ? ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആർക്കൊക്കെ കിട്ടേണ്ടത്? ഇവിടെ 1,24,000 പരം പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഖലീലുള്ള എന്ന സ്ഥാനപ്പേര് ആദ്യമായി അർഹമായത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. ഖലീലുള്ള എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്.
രണ്ടേ രണ്ട് പ്രവാചകന്മാർക്ക് ഹുല്ലത്ത് കിട്ടിയിട്ടുള്ളൂ. ഖലീൽ എന്ന സ്ഥാനപ്പേനം രണ്ടേ രണ്ട് പ്രവാചകന്മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കാണെങ്കിൽ, രണ്ട് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ആദ്യം കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് ഹിദായത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചോ? അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു? അദ്ദേഹത്തിന്റെ ഉമ്മ കൊടുക്കാൻ സാധിച്ചു? ഇല്ല. കാരണം എന്താ? അത് അള്ളാഹ് കൊടുക്കുന്നതാ. അറിവുണ്ട് എന്നുകൊണ്ട് ഹിദായത്ത് ആവില്ല എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. അറിവുണ്ടാവും. അറിവുള്ളവർക്ക് ഹിദായത്ത് കിട്ടിക്കോണമെന്നുണ്ടോ? ഇല്ല. അറിവ് കൊണ്ട് ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹിദായത്ത് കിട്ടേണ്ട ആളാരാ? ലൗകാന ബിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ ലകാന അക്റമു ഖൽഖില്ലാഹി ഇബ്ലീസ്. ലൗകാന ബിൽ ഇൽമി, ഇൽമ കൊണ്ട് എന്തെങ്കിലും ഒരു മഹത്വം, ഇൽമ കൊണ്ട് മാത്രം, ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാതെ ഇൽമുണ്ട് എന്നതുകൊണ്ട് എന്തെങ്കിലും മഹത്വം ഒരു സൃഷ്ടിക്ക് അല്ലാഹു കൊടുക്കുമായിരുന്നെങ്കിൽ ലകാന അക്റമു ഖൽഖില്ലാഹി ഇബ്ലീസു, ഈ മനുഷ്യരുടെയും ജിന്നുകളെയും കൂട്ടത്തിൽ ഏറ്റവും ആദരണീയൻ ഇബ്ലീസാണ്. ഇബ്ലീസിന് എത്ര വിവരം ആർക്കുള്ള? മലക്കൾക്ക് ക്ലാസ് എടുത്ത ആളാ. ഈമാൻ ഉണ്ടായില്ല, ഹിദായത്ത് കിട്ടിയില്ല. 42 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മതിൽക്കെട്ട് പോലെ സംരക്ഷിച്ച ആളാണ് അബൂ താലിബ്. കിട്ടിയില്ല. പ്രവാചകൻ ഗദ്ഗതപ്പെട്ടു, പൊട്ടിക്കരഞ്ഞു പോയി. അള്ളാഹ് പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തീർത്താണ് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ലട്ടോ, അത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കുക. നൂറ്റാണ്ടുകൾ ഒരു പ്രവാചകന്റെ കൂടെ ശരീരം പങ്കുവച്ച് ജീവിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ കൊടുക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. ആരാ? നൂഹ് നബി. ഒരു മനുഷ്യനെ പറ്റി അള്ളാഹു ആദ്യമായി ഇന്നഹു കാന അബ്ദൻ ശകൂറാ എന്ന് പറഞ്ഞത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയ. സൂറത്ത് ഇസ്രായിന്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ആയത്ത് പരിശോധിച്ചാൽ കാണാം, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരു അടിമയാണ്. നന്ദിയുള്ള വളരെ കുറച്ച് ആളുകളല്ലേ നന്ദി കാണിക്കുള്ളൂ. ഉമർ അള്ളാഹുവിന്റെ കഥ ഞാൻ സൂചിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. ഉമർ അള്ളാഹുവിന് ഒരിക്കൽ അങ്ങാടി ചെന്നപ്പോ അവിടെ ഒരു മനുഷ്യൻ ഒരു മുസല്ലട്ട് നിസ്കരിച്ച് 2 കയ്യും കഴിച്ച് ദ്വാരക്കുകയാണ്. എന്താ ദ്വാരക്കണത്? അല്ലാഹുമ്മ ജഅൽനി ഫീ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഇബാദിക്കൽ ഖലീൽ എന്നിട്ട് പൊട്ടിക്കരയാണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? പടച്ചോനെ, നീ നിന്റെ ഖുർആനില് വളരെ കുറച്ച് അടിമകളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ സൂറത്തു സബ ഓതിയിട്ടുണ്ടോ? പിന്നെ ഇതിന്റെ 13-ാമത്തെ ആയത്ത് ഏതാ? സൂറത്തു സബയിലെ 13-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. അള്ളാന്റെ അടിമകളിൽ വളരെ കുറച്ച് ആളുകളെ നന്ദി ചെയ്യുന്നുള്ളൂ. നന്ദി എന്ന് പറഞ്ഞ സാധനമല്ല. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. എത്ര സ്ഥലത്ത് ഖുർആൻ വന്നു? ഭൂരിഭാഗം ആളുകൾ അള്ളാഹിന്റെ നിഅമത്ത് ഇങ്ങോട്ട് വാരി കൂട്ടുക, ആത്തിന ആത്തിനാന്നാ. ഇത് ഇങ്ങോട്ട് കൊണ്ട അങ്ങോട്ട് കൊണ്ടാന്ന് മാത്രമാ പറയാ. തന്നതിനെ പറ്റി മുണ്ടലില്ലല്ലോ, നന്നതിനെ പറ്റി നന്ദി ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ ആത്തിന ആത്തിന. കിട്ടിയതിൽ എന്തെങ്കിലും നന്ദി ഉണ്ടോ? ഉണ്ടാവില്ല. അതിന് നമ്മക്കിപ്പോ എന്തേ കിട്ടിയത്? അതല്ലേ പ്രശ്നം. നമ്മളെല്ലാവരും സുബീസ്കരിച്ച് ഒരു പണിയില്ലേ, പിന്നെ ആലോചിക്കൽ എന്താരോ, എനിക്ക് എന്തൊക്കെ ഇല്ലാത്തതെന്ന. നിന്റെ വീട്ടിൽ എന്തൊക്കെ ഇല്ലാത്തത്, നിന്റെ കുട്ടികൾക്ക് എന്തൊക്കെ ഇല്ലാത്തത്, എനിക്ക് എന്തൊക്കെ ഇല്ലാത്തതിനെ പറ്റി എങ്ങനെ നന്ദി ഉണ്ടാവുക? സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ വീട്ടിന്റെ അകത്തുനിന്ന് ഒരാളെ സഹായം ഇല്ലാതെ അവനവന്റെ വീട്ടിന്റെ വരാന്തയിൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ സ്വപ്നം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് കൊലയ്മ പോയി കുത്തിരിക്കാൻ കഴിഞ്ഞ് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളുണ്ട് ഇവിടെ. നമുക്കതൊരു വലിയ അനുഗ്രഹമായി തോന്നലുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അത് ഇടതടവില്ലാതെ അന്നനാളത്തിലേക്ക് പോവുകയാണെങ്കിൽ
ലക്ഷക്കണക്കിന് രോഗികൾ ഭക്ഷണം കഴിക്കുന്നത് മൂക്കിലൂടെ പമ്പിട്ടിട്ടാണ്. അത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ സ്വപ്നാണ്. രാത്രി മഴ കൊള്ളാതെ, പകല് വെയിൽ കൊള്ളാതെ ഒരു ആലയം, ഒരു വീട്, ഒരു കട്ടിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ലോകത്ത് എത്രയോ ശതമാനം ആളുകളുടെ സ്വപ്നമാണത്. പക്ഷെ ഇതൊന്നും നന്ദി ചെയ്യല്ല, ഇല്ലാത്തതെ പറ്റി ചിന്തിച്ചിങ്ങനെ. അതുകൊണ്ട് പടച്ചോനെ, ആ വളരെ കുറച്ച് നന്ദി ചെയ്യുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ. അങ്ങനെ അള്ളാഹു ആ നന്ദിയുള്ള മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ് പറഞ്ഞു, ഇന്നഹു കാന അബ്ദൻ ശക്കൂറ. അദ്ദേഹത്തിന് സ്വന്തം ഇണക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ആ ഹിദായത്ത് കിട്ടാനും ശേഖരിക്കാനും സ്വീകരിക്കാനും അതിന്റെ വക്താവാനും അവസരം കൊടുത്തിട്ട് അതങ്ങോട്ട് കൊടുത്തിട്ട് ദുർമാർഗം അങ്ങോട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ നഷ്ടക്കച്ചവടം പിന്നെ എന്താണുള്ളത്? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സത്യവിശ്വാസിയുടെ വാക്കായിട്ട് ഖുർആൻ ഉദ്ധരിക്കുക, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ. ഈ ഹിദായത്ത് ഞങ്ങൾക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. കാരണം എന്താ അറിയോ? വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ല എന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് സ്വീകരിക്കാൻ കഴിയില്ല. ഇത് അള്ളാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. അത് സത്യവിശ്വാസികൾ ഉറക്കെ പ്രഖ്യാപിച്ച യുദ്ധമാണ് ഖന്തഖ് യുദ്ധം. പഠിക്കണം സൂറത്ത് അഹ്സാബ് മറിച്ച് നോക്കിയിട്ട് അഹ്സാബ് യുദ്ധത്തെ പറ്റി. മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധമല്ല, ഇത്രയും ശത്രുക്കളുടെ അംഗബാഹുല്യമുള്ള, അത്രയും ശത്രുക്കളുടെ എണ്ണത്തിൽ അത്രയും വമ്പിച്ച സൈന്യം പങ്കെടുത്ത മറ്റൊരു യുദ്ധമല്ല. മദീന വിറച്ചുപോയി. സത്യവിശ്വാസിയുടെ ഹൃദയം വിറച്ചിട്ട് മേപ്പെട്ട് പൊന്തിപ്പോയി സൂറത്ത് അഹ്സാബ് മറിച്ചൊക്കെ കാണാം. അതിനെ പ്രതിരോധിച്ചത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേർഷ്യൻ യുദ്ധതന്ത്രമായ ഖന്തക്ക്, കിടങ്ങു കുടിക്കുക എന്ന യുദ്ധതന്ത്രമായിരുന്നു. കിടങ്ങു കടിക്കുക എന്ന യുദ്ധതന്ത്രം അറേബ്യൻ യുദ്ധതന്ത്രമല്ല, പേർഷ്യൻ യുദ്ധതന്ത്രമാണ്. സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനാണ്, ഇറാനിയാണ്. അദ്ദേഹം പറഞ്ഞ, റസൂലെ, നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. മദീനയിലേക്ക് കടക്കാൻ കഴിയുന്ന പർവ്വതങ്ങളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ കിടങ്ങൊഴിക്കുക. മറ്റു സ്ഥലത്ത് പർവ്വതം ഉണ്ടാവുമല്ലോ, അപ്പൊ മലകളില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുക? മദീനക്ക് ചുറ്റും കിടങ്ങൊഴിക്കുക. അതാ യുദ്ധത്തിന്റെ പേര് ഖന്തഖ് യുദ്ധം എന്ന് വന്നത്. പട്ടിണി കിടന്നു, കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ അല്ലാതെ മരുഭൂമിയിൽ വെയിൽ കൊണ്ട്, കൊട്ടാര വെയിലത്ത് കൈക്കോട്ട് കൊണ്ടും പിക്കാസ് കൊണ്ടും കൊത്തുന്ന നമ്മളെ നേതാക്കന്മാർ വിശപ്പ് കൊണ്ട് നിൽക്കാൻ കഴിയണില്ല. അങ്ങനെ അവര് മരുഭൂമിയിൽ നിന്ന് കിട്ടിയ തണുത്ത കല്ല് സ്വന്തം വയറ്റത്ത് കെട്ടിവെച്ച് ആ തണുപ്പിൽ ആശ്വാസം കണ്ടിട്ടാണ് മദീനയിൽ പർവ്വതമില്ലാത്ത, മലകളില്ലാത്ത സ്ഥലത്ത് കൂടെ ചുറ്റും ഒരു പ്രദേശത്തിന് കിടങ്ങ് കുഴിച്ചത്. ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വിശപ്പിനെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. റസൂലെ, എന്തെങ്കിലും ഒന്ന് പശി അടക്കാൻ കിട്ടാതെ എങ്ങനെയാണ്, എന്താ ഞങ്ങളെ സ്ഥിതി നോക്കിങ്ങള് എന്ന് പറഞ്ഞ് കുപ്പായം പൊന്തിച്ചപ്പോ എല്ലാവരുടെ വയറ്റത്തും ഓരോ കല്ലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു. പ്രവാചകന്റെ പുഞ്ചിരി ചരിത്രത്തിൽ ഇടം തേറിയ പുഞ്ചിരിയാണ്. അള്ളാഹു റസൂല് പുഞ്ചിരിച്ചത് കണ്ടിട്ട് 5 ആള് മുസ്ലിമായിട്ടുണ്ട്. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി കണ്ടിട്ട് 5 ആള് മുസ്ലിമാണ്. എന്താ അറിയോ? ഒരു മനുഷ്യനും പുഞ്ചിരിക്കാൻ കഴിയാത്ത സമയത്ത് പുഞ്ചിരിച്ച നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അത്തരമൊരു സന്ദർഭമായിരുന്നു ഖന്തഖ് യുദ്ധത്തിന്റെ കിടങ്ങൊഴിക്കുന്ന രംഗം. അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. തന്റെ കുപ്പായ ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോ 2 കല്ലാണ് വെച്ച് കെട്ടിയത്. സ്വഹാബികൾ എല്ലാവരും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരു കല്ലാണ് വെച്ച് കെട്ടിയതെങ്കിൽ ഈ ലോകത്തിന്റെ നേതാവ് പട്ടിണി കൊണ്ട് സ്വഹാബികൾ വെച്ച് കെട്ടിയ അതേ കല്ലിന്റെ പുറമെ രണ്ടാമതൊരു കല്ലും കൂടി വെച്ച് കെട്ടിയിട്ടാണ്. ഇത് കണ്ടപ്പോഴാണ്, പടച്ചോനെ, ഞങ്ങളെ നേതാവ് ഞങ്ങളെക്കാളും വിശപ്പ് സഹിച്ചുകൊണ്ടാണല്ലോ ഈ യുദ്ധക്കളത്തിൽ അധ്വാനിക്കുന്നത് എന്ന ചിന്തയോടെ പൂർവാധികം ശക്തിയിൽ, പൂർവാധികം ഊർജസ്വലതയോടെ അവരവരുടെ വിശപ്പ് മറന്നുപോയി അവർ വീണ്ടും യുദ്ധക്കളത്തിൽ ചെന്ന് പിക്കാസ് എടുത്ത് ആഞ്ഞു വെട്ടുമ്പോൾ അവർ പാടിയ പാട്ട് ലവല്ലാഹി ലൗലല്ലാഹി മഹ്തദൈനാ ഫലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ.
വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൗലല്ലാഹി അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ മഹ്തദൈന ഞങ്ങൾക്കൊരിക്കലും ഈ സന്മാർഗം ലഭിക്കുമായിരുന്നില്ല. വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ നമസ്കരിക്കുന്ന, സദക്ക കൊടുക്കുന്ന, ഉന്നതമായ ഈ ഇബാദത്ത് ചെയ്യുന്ന ഈ സത്യമാർഗം സ്വീകരിക്കാൻ അള്ളാന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വഅൻസിലിസ് സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇദ് ലഖീനാ അല്ലാഹുവേ ഞങ്ങളെ പാദങ്ങളെ നീ ഈ ദീനില്, ഈ യുദ്ധക്കളത്തില് ഉറപ്പിച്ചു നിർത്തണം എന്നവർ പ്രാർത്ഥിക്കുക. വഅൻസിലിസ് സകീനതൻ അലൈനാ ഞങ്ങളുടെ മനസ്സിലേക്ക് നീ സമാധാനം നൽകണം റബ്ബേ. വസബ്ബിതിൽ അഖ്ദാമ ഞങ്ങളെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. ഇദ് ലഖീന ഞങ്ങൾ ശത്രുക്കളെ കണ്ടെത്തുമ്പോൾ, ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണം എന്നവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു പാട്ടായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലവർ പറയുന്നത് ഹിദായത്തിനേക്കാളും വലുത് വേറൊന്നുമില്ല. വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈന വഇൻ അറാദു ഫിത്നതൻ ആബൈന വഇൻ അറാദു ഫിത്നതൻ ആബൈന വഇൻ അറാദു ഫിത്നതൻ ആബൈന വൽ മുശ്രികൂന സത്യനിഷേധികൾ ഖദ് ബഗൗ അലൈന ഞങ്ങൾ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആദർശത്തെ തൊടാനോ നശിപ്പിക്കാനോ അവരെങ്ങാനും എതിർക്കാൻ വന്നാൽ അവർ അതിശക്തമായി ഞങ്ങൾ നേരിടും. അത് അത്രയും ആത്മവീര്യം കിട്ടാൻ അവർ പാടിയ പാട്ടിൽ അവർ ആദ്യം പറഞ്ഞത് വല്ലാഹി ലൗലല്ലാഹി മഹ്തദൈന ഈ ഹിദായത്ത് ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ജീവനും ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഹിദായത്ത് കിട്ടിയില്ലേ, അത് അള്ളാഹു ഞങ്ങൾക്ക് തന്നില്ലേ. ഈ ഹിദായത്ത് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടി ഈ കപടന്മാർ ദുനിയാവിന്റെ നിസാരമായ ഈ നേട്ടത്തിന് വേണ്ടി അത് വിറ്റിട്ട് എന്താ വാങ്ങണത്? ദുർമാർഗമാണ്. അവരുടെ കച്ചവടം വിജയിച്ചില്ല, വിജയിക്കൂല. ബുദ്ധിശക്തി കൊടുത്ത്, വേദഗ്രന്ഥം കൊടുത്തു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു, വിശ്വസിക്കാൻ തൗഫീഖ് കൊടുത്തു, എന്നിട്ടും അവരെല്ലാവരും ദുർമാർഗം തെരഞ്ഞെടുത്തു. അതാണ് ഫമാ റബിഹത് തിജാറത്ത്. എന്നിട്ട് എന്താ ഉണ്ടായത്? അവർക്ക് എന്താ നേട്ടം ഉണ്ടായത്? യോജിപ്പിൽ നിന്ന് ഭിന്നതയിലേക്ക് പോയി, അഭയത്തിൽ നിന്ന് ഭയത്തിലേക്ക് പോയി, സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്ക് പോയി. ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടായി. പിന്നെ സമാധാനത്തിൽ നിന്ന് ആശയക്കുഴപ്പത്തിലേക്ക് പോയി, നല്ലതിൽ പരിശുദ്ധിയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് പോയി. അതല്ലേ ഉണ്ടായത്. അതുകൊണ്ട് എന്തുണ്ടായി? പമാറബിഹത്തിജാറത്തും അവരുടെ കച്ചവടം വിജയിച്ചില്ല. ഒമാകാനു മുഹ്തദീൻ അവർ സന്മാർഗം പ്രാപിച്ചതുമില്ല. ഒമാകാനു സത്യവിശ്വാസികളോ ഉറച്ചവട നിന്നു. അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടി, അള്ളാന്റെ മഗ്ഫിറത്ത് കിട്ടി, അവസാനം അള്ളാന്റെ തൃപ്തി. അതാണ് റളിയല്ലാഹു അൻഹും വറളു അൻ. സത്യവിശ്വാസിയുടെ കച്ചവടം വിജയിച്ചു, മുനാഫിഖീങ്ങളുടെ കച്ചവടം പരാജയപ്പെട്ടു. എപ്പോഴാ വിജയിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം? അതോ സൂറത്ത് ആലു ഇമ്രാൻ 185 ആയത്തിന്റെ അവസാന ഭാഗം നോക്കുക. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം വിജയിക്കുക? ആ അർത്ഥത്തിലാണ് സത്യവിശ്വാസികൾ വിജയിച്ചു, കപട വിശ്വാസികൾ പരാജയപ്പെട്ടു എന്നുള്ള പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഒരു നിലക്കും തുണയാവാത്ത പരലോകത്ത് അവനവന്റെ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും അമല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ൽ കൊണ്ടും ഔദാര്യം കൊണ്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. ഫഖദ് ഫാസ് അവനാണ് വിജയം. ആ വിജയമാണ് സത്യവിശ്വാസികൾ നേടിയത്. ആ അർത്ഥത്തിലാണ് സത്യവിശ്വാസികൾ വിജയിച്ചു എന്ന് നമ്മൾ പറയുന്നത്. സഹോദരന്മാരെ, നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ അതിന് പല മാനദണ്ഡമുണ്ട്. സർക്കാർ ജോലി കിട്ടി, വീട്ടിൽ തൊട്ടടുത്ത് തന്നെ, ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്താം, 5 പൈസ കോഴ കൊടുത്തിട്ടില്ല, ഓ വിജയിച്ചു എന്ന് പറയും. ഗൾഫിൽ പോയി കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കി, കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്നു, ഇവിടെ റോഡ് സൈഡിൽ വീട്, ഭാര്യ മക്കളും, സഞ്ചരിക്കാൻ വാഹനം, ഇഷ്ടം പോലെ വരുമാനം, നല്ല മക്കള്, നല്ല തറവാട്ടിൽ നിന്ന് പൊന്ന് കിട്ടി, അവരും സുഖമായി വലിയ പൈസക്കാരായി ജീവിക്കുന്നു. എന്ത് പറയും? വിജയിച്ചു എന്ന് പറയും. ഇതാണോ വിജയം?
ഖുർആൻ അങ്ങനെ ഏടെങ്കിലും പറഞ്ഞോ ഭൗതികമായി ഈ നേട്ടമുള്ളവരൊക്കെ വിജയിച്ചവരാണ്? ഖുർആൻ ഒറ്റ കാര്യമാണ്, ഒരു മനുഷ്യന്റെ വിജയിച്ചു ജീവിതം എന്ന് പറയാൻ ഖുർആൻ ഒറ്റ കാര്യം മുന്നോട്ട് വെച്ചു. അതാണ് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇനി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലോ, എന്ത് പരാജയമുണ്ട്? ദുനിയാവ് അവസാനിച്ചാൽ തീർന്നില്ലേ? രോഗിയായി, കച്ചവടം നഷ്ടപ്പെട്ടു, വരുമാനമില്ല, ജനങ്ങളൊക്കെ സഹായിച്ചിട്ടാ ജീവിച്ചത്, ഒക്കെ മരിക്കണവരെല്ലാം ഉണ്ടാവുള്ളൂ. അതോടുകൂടി ആ പരാജയം അവസാനിച്ചില്ലേ? പരലോകത്ത് വിജയിച്ചാലോ അവനാ വിജയി. ആ സഹാബികൾ വിജയിച്ചു എന്ന് നമ്മൾ പറയുന്ന ഏതർത്ഥത്തിലാ? നിങ്ങൾ നോക്കൂ, ഭൗതികമായ അർത്ഥം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇസ്ലാമിൽ ആദ്യത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 2 വർഷവും ഏതാനും മാസം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചു. എന്നിട്ട് മരിച്ചു പോകുമ്പോൾ എന്തേണ്ടായിത്? സമ്പത്ത് ഒന്നുമില്ല. തൊപ്പി തുന്നി വിറ്റ് ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഇത് തുന്നാൻ പോയാൽ ഇവിടെ ഭരണം നടത്താൻ ആളുണ്ടാവുമോ? അപ്പൊ ചെറിയ ശമ്പളം നിശ്ചയിച്ചു. മരിച്ചു പോകുമ്പോ 2 കൊല്ലും ചില്ലറ മാസം എത്ര റുപ്യാണോ ശമ്പളമായി ബൈത്തുൽ മാലിൽ നിന്ന് താൻ പറ്റിയത്, അതിന് പകരം തന്റെ പറമ്പ് വഖഫ് ചെയ്തിട്ടാണ് ഈ മനുഷ്യൻ മരിച്ചു പോണത്. ഓഹരി വെക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എന്നാൽ എവിടെ വിജയിച്ചത്? അബൂബക്കറും ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗത്തിലാണ് കേട്ടോ. ഒന്നല്ല, 2 അല്ല, 3 അല്ല, ഒരുപാട് തവണ അള്ളാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്നി ആരിഫു ഇസ്മ റജുലിൻ, എനിക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ പേരറിയാം. വസ്മ അബീഹി വ ഉമ്മിഹി, ആ മനുഷ്യന്റെ ഉമ്മന്റെയും ബാപ്പന്റെയും പേരറിയാം. എന്ന് പറഞ്ഞാൽ അയാളെ ശരിക്കും അറിയാന്നില്ല. ഈ സദസ്സിലുണ്ടയാ, പേര് പറഞ്ഞില്ല. എന്താ പ്രത്യേകത? സ്വർഗത്തിന്റെ ഏത് വാതിലൂടെയും അയാൾക്ക് കയറി പോവാം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് 8 വാതിലാ. 8 വാതിലൂടെയും അയാൾ ക്ഷണിക്കപ്പെടും. ഇതിലെ കയറിക്കോളി. അങ്ങനെ ക്ഷണിക്കപ്പെടുന്ന ഒരാൾ ഈ സദസ്സിലുണ്ട്. എനിക്ക് അയാളെ പേരറിയാം, അയാളെ ഉമ്മന്റെ പേരറിയാം, അയാളെ വാപ്പന്റെ പേരും അറിയാം. അയാളെ പേര് മാത്രം പറഞ്ഞില്ല. റസൂൽ നീട്ടാണ്ട് പോയി. സ്വാഭാവികമായി സദസ്സിൽ പല ചർച്ചകൾ ഉണ്ടായി. രക്തസാക്ഷിയായിരിക്കും, അങ്ങനെയൊക്കെ പ്രവാചകന്മാരായിരിക്കും, പലതും. തിരിച്ചു വന്നു. ഫഖാല സൽമാനുൽ ഫാരിസി, നേരത്തെ പറഞ്ഞല്ലോ, ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ യുദ്ധത്തിൽ മുസ്ലിങ്ങളെ വിജയിപ്പിച്ച യുദ്ധതന്ത്രജ്ഞന്റെ പേരാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം എണീറ്റ് ചോദിച്ചു, ഹാദാ മുർതഫിഉ ശഅ്നുഹു യാ റസൂലല്ലാഹ്, നിങ്ങൾ ആ പറഞ്ഞ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണല്ലോ അള്ളാഹുവിന്റെ റസൂലെ. ഞങ്ങളൊക്കെ സ്വർഗത്തിൽ എങ്ങനെങ്കിലും അങ്ങ് എത്തിയാൽ മതി എന്ന് ആലോചിക്കുകയാണ്. ഇയാൾ സ്വർഗത്തിന്റെ എല്ലാ വാതിൽക്കൂടും ക്ഷണിക്കപ്പെടേ. ആരാണ് അയാൾ? ഒന്ന് പരിചയപ്പെടാലോ. അദ്ദേഹത്തെ പോലെ ആവാൻ നമുക്കും പരിശ്രമിക്കാലോ. വിരോധമല്ലെങ്കിൽ അയാൾ പേരൊന്ന് പറഞ്ഞാൽ തരക്കല്ല. നിങ്ങൾ മറന്നുപോയതാണോ വിട്ടുപോയതാണോ? നബിസല്ലല്ലാഹു മറന്നിട്ടുമില്ല വിട്ടിട്ടുമില്ല. അത് പേര് പറയാനൊന്നുമില്ല, തൊട്ട് കാണിച്ചു തരാം. ദാലിക അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. ആ വാതിൽക്ക് ചാരി ഇരിക്കണേ അബൂബക്കറിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. വിജയിച്ചോ അല്ലേ? ഇനി ഭൗതികമായിട്ടും പമ്പെ പരായ 2 കൊല്ലം ഭരിക്കാൻ അവസരം 5ന്റെ പൈസ ഉണ്ടാക്കിയില്ല. അവസാനം വാങ്ങിയ ശമ്പളത്തിനുള്ള പറമ്പ് അങ്ങോട്ട് കൊടുത്തു പോയതാ. ഭൗതികമായി നോക്കിയാൽ പരാജയം. എന്നാൽ ഇസ്ലാമികമായി നോക്കിയാൽ വമ്പിച്ച വിജയം. എന്താണ് വമ്പിച്ച വിജയം? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് ആദ്യമായി സ്വർഗത്തിൽ പോകുന്ന വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്ത് പോയാൽ പിന്നെ പോണ മനുഷ്യന്റെ പേരാണ്. ഇതിന് വലിയ ഭാഗ്യം വിജയം വേറെന്താ ഉള്ളത്? അതേത് പരലോകവുമായി ബന്ധപ്പെട്ടുമ്പോഴുള്ള വിജയമാണ്. 2, അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ ഒരു വലിയ മാളിക കണ്ടു, വലിയ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടിക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സ്വർണത്തിന്റെ ഇഷ്ടിക, പിന്നെ വെള്ളിന്റെ ഇഷ്ടിക. അതിന്റെ കമനീയത, അതിന്റെ സൗന്ദര്യം, അതിലെ സൗകര്യങ്ങൾ, അതിന്റെ സൗരഭ്യങ്ങൾ നമ്മുടെ നേതാവിന് പറഞ്ഞിട്ട് മതിയാകണില്ല. എന്താണെന്നറിയോ? പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലുള്ളത് മുഴുവൻ കാണും, ഉള്ളിൽ കയറി നോക്കിയാൽ പുറത്തുള്ളത് മുഴുവൻ കാണും. അള്ളാഹു ആലം, സ്വർഗത്തെ പറ്റി അള്ളാഹിന്റെ റസൂല് പറഞ്ഞു തന്നെ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ലീ, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്ര കമനീയമായൊരു കൊട്ടാരം. അപ്പൊ ഇത് ആരുതാന്ന് അറിയണല്ലോ. മുമ്പിൽ 2 കാവൽക്കാർ നിൽക്കും. ഞാൻ ചോദിച്ചു, ഇത് ആരുടേതാണ് ഈ കൊട്ടാരം? അവർ പറഞ്ഞു, ഫതം മിൻ ഖുറൈശ്, ഖുറൈശികളിലെ ഒരു യുവാവിന് അല്ലാഹു ഒരുക്കി വെച്ചതാണ്. അതാരാ?
ഉമറുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നാളെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ കൊട്ടാരം കണ്ണുകൊണ്ട് കണ്ട് നേരിട്ട് വന്ന് പറഞ്ഞ ആളാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഭൗതികമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ 10 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച ആളാണ്. 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച ആളാണ്. സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആവശ്യക്കാരില്ല. എല്ലാവരും അവനവൻ ഓരോ ജോലി ചെയ്ത് ജീവിക്കാവുന്ന രൂപത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് വളർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. മദീനയിൽ നിന്ന്, അങ്ങ് ദൂരെ ദിക്കിൽ നിന്ന് സക്കാത്തിന്റെ മുതലിന്റെ ഒട്ടകം, മദീനയിൽ നിന്ന് വളരെ ദൂരെ നിന്ന് സക്കാത്തിന്റെ പിന്നെ വിഹിതം ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരിക നിൽക്കുക. എന്നാൽ ഒട്ടകത്തിന്റെ നിര മദീനയിലെത്തിയാലും ഈ ഒട്ടകം എവിടുന്നാണോ പുറപ്പെട്ടത്, അവസാനത്തെ ഒട്ടകം അവിടെ തന്നെ ഉണ്ടാവുക. അത്രമാത്രം ധനം കുമിഞ്ഞുകൂടിയ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. 93,000 ദിർഹം കടത്തിലായിരുന്നു മരിച്ചു പോകുമ്പോൾ. 93,000 ദിർഹം. ഇന്ത്യന്റെ എത്ര റുപ്യെന്ന് എനിക്കറിയില്ല. 1400 കൊല്ലം മുമ്പ്. HG വെൽസിനെ പോലെയുള്ള ഇസ്ലാമിക വിരുദ്ധരാണെങ്കിലും പോലും അവരൊക്കെ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കണം. ഒരു രാജ്യത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ല. ആ രാജ്യത്തിന്റെ ഭരണാധികാരി 10 കൊല്ലം ഭരിച്ചിട്ട് 93,000 ദിർഹം. അബൂലുൽ മജൂസി തന്റെ അടിവയറ്റിൽ 9 കുത്തുകുത്തി വയറിനുള്ളിലുള്ള കൊടല് മുറിഞ്ഞുപോയി. അങ്ങനെ ദാരുണമായി മരിച്ചുപോയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കടം മൂത്ത മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തതിന്റെ ശേഷമാണ് മയ്യത്താണ് കുളിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭൗതികമായിട്ട് ഇതിന് വലിയ പരാജയം വേറെന്താണ്? എന്നാൽ ഇസ്ലാമിക ഭാഷയിൽ വിജയിച്ചു. കാരണം ഉമറുൻ ഫിൽ ജന്ന. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അറിയാലോ. സൂറത്ത് നിസായിലെ ആലുംറാനിലെ 91-ാമത്തെ ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറഞ്ഞപ്പോ ഈ പിന്നെ അബൂ ബൈറുഹ എന്ന തോട്ടം അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊടുത്ത ആളാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, ഭൗതികമായി പരാജയല്ലേ. ആകെ ഉണ്ടായിരുന്ന എല്ലാ ഫലങ്ങളും ഉള്ള സഹാബികളും പ്രവാചകനും ഒക്കെ പോയിരുന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്ന, പഴം പറിച്ച് ഭക്ഷിക്കാറുന്ന മുന്തിയ തോട്ടം. ഇന്നും മദീനത്തെ പള്ളിന്റെ 2.5 കിലോമീറ്റർ നടന്നാൽ ഈ തോട്ടം കാണാം. ആ തോട്ടം എന്നത് ദുനിയാവാണ്. അതാണ്ട് കൊടുത്തിട്ട് ദാരിദ്ര്യം വാങ്ങിയ ആളാണ് ആര്? അബൂ തൽഹ. എവിടെ വിജയിച്ചത്? അള്ളാഹ് ആയത്തിറക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അദ്ദേഹത്തിന് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ആളായി മാറി. ഈ ബൈറുഹ എന്ന തോട്ടത്തിൽ പ്രവാചകനും അനുയായികളും ഇടയ്ക്ക് പോയി ഇരുന്നിട്ട് ഇങ്ങനെ പഴം ഭക്ഷിക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്, വിശ്രമിക്കാറുണ്ട്. അങ്ങനെ സ്വഹാബികളൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഓടി വന്ന് ചോദിക്കുന്നു, ആ ഫീക്കും ഉമർ, നിങ്ങളെ കൂട്ടത്തിൽ ഉമർ ഉണ്ടോ? എന്തേ അതായിരിക്കണ? ഓ അബ്ശിർ യാ ഉമർ, ഉമറെ നീ സന്തോഷിക്കണം. എന്തേ? ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് അപ്പം വരുന്നത്. എന്താ വിശേഷം? താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? അന്ന് മുതലാണ് അത്ര അദ്ദേഹം കരയാൻ തുടങ്ങിയത്. നമ്മളാണെ കരച്ചിൽ നിർത്തലാണ്. സ്വർഗം കിട്ടിയല്ലോ, എന്തിനാ? അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച ആള് രേഖപ്പെടുത്തി 2 കണ്ണിന്നും കണ്ണുനീർ ഒഴിച്ച അടയാളെ. ഈ കരയാൻ തുടങ്ങിയ ഡേറ്റ് ഏതാണെന്നറിയോ? അള്ളാന്റെ റസൂല് ഉമറെ താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ. അത് പിന്നെ എന്തിനാ കരഞ്ഞത്? അള്ളാഹു ഔദാര്യമായി നൽകിയ ഈ സ്വർഗം എന്റെ പ്രവർത്തന ദൂഷ്യം കൊണ്ടുള്ള തിരിച്ചെടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുന്നു. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ സൂചിപ്പിച്ചത്. ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ. ഇന്ന് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മ കൊടുത്തിട്ട് തിന്മ വന്നു. ഒരു നന്മയാ സഹോദരന്മാരെ വിവാഹം. വിവാഹം ഒരു വലിയ നന്മയാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ് എന്റെ ശരീരയിൽപ്പെട്ടതാണ്, അത് അവഗണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. വിവാഹം വേണ്ടെന്നൊക്കെ പറയണ്ടല്ലോ, ഒക്കെ വിവാഹം എന്താണെന്ന് അറിയാത്തോണ്ടാ.
എന്നാൽ ഒരു ഇന്നത്തെ അവസ്ഥയിൽ ഒരു മുസ്ലിം ഒരു വിവാഹം നടത്തിയാൽ അത് മതി ഒന്ന് നരകത്ത് പോയാൽ. അതിന് മാത്രം ഹെറാമുകൾ കേറി കൂടിയിട്ട് ആ പുണ്യകർമ്മം എന്തായി? ദോഷമായി. ഫമാ റബിഹത് തിജാറത്തു, അവരുടെ കച്ചവടം നഷ്ടത്തില്. നടത്തിയത് കല്യാണം, വിവാഹം, പക്ഷേ ഹലാലിനേക്കാൾ കൂടുതൽ ഹറാമാണ്. അനുവദനീയത്തെക്കാൾ കൂടുതൽ അനനുവദനീയമാണ്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന പ്രവർത്തനത്തെക്കാൾ കൂടുതൽ അതൃപ്തി ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. ആവശ്യത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അനാവശ്യത്തിന് ചെലവഴിക്കുന്ന വേദിയായി മാറി. ഇപ്പൊ എന്തുണ്ടായി? കച്ചവടം നഷ്ടമായി. സംഗതി ചെയ്ത് നല്ല കാര്യമാണ്. ഒറ്റ ഉദാഹരണം, നമ്മളെ വീട്ടിൽ വിവാഹം നടക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. ഇനി ഓഡിറ്റോറിയത്തിലും ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. എന്തിനാ സ്റ്റേജ്? അത് നിക്കാഹ് നടക്കാൻ. നിക്കാഹ് എത്ര മിനിറ്റ് ഉണ്ടാവും? നിക്കാഹ് 10-15 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കുക? മണിക്കൂറുകൾ. ഹറാമ്. എന്താ ഹറാമ്? എന്റെ മോള് അല്ലെ എന്റെ മോന്, ഓൻ കെട്ടുന്ന പെണ്ണും ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ മുമ്പിൽ ഈ ഫോട്ടോഗ്രാഫർ പറയുന്ന പോസ് അനുസരിച്ച് അഭിനയിച്ച് കാണിക്കല്ലേ? ഇത് നോക്കി നിൽക്കല്ലേ അന്യ പുരുഷന്മാർ? എത്ര മണിക്കൂർ, എത്ര പൈസ ചെലവ്? ആലോചിച്ച് നോക്കി. ഒരു നന്മ മനുഷ്യൻ എങ്ങനെ തിന്മയാക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി വിവാഹരംഗം മാറിയില്ലേ? എല്ലാ സംഗതിയും തന്നെ. അതാണ് ഫമാറബിഹത്തിജാറത്തും, സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കച്ചവടം അത് നഷ്ടത്തിൽ കലാശിക്കുന്നെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ കാപ്പട്യം തന്നെ എത്താം. ഈമാനുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് അള്ളാന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ മാത്രമേ ചെയ്യാവൂ. ദുനിയാവിൽ ആളുകൾ കടത്തി കൂട്ടി ഒരു സംഗതി ചെയ്യരുത്. നമ്മളിത് ചെയ്യരുത് പരലോകത്ത് കൂലി കിട്ടാൻ. എന്തിനാ വീടുണ്ടാക്കണത്? വീടുണ്ടാക്കണത് വലിയ പുണ്യകർമ്മല്ലേ? ആ വീടുണ്ടാക്കിയിട്ട് നരകത്ത് പോവാണെങ്കിലോ? എന്തിനാ വാഹനം വാങ്ങണത്? അത് സൗകര്യമുള്ള സംഗതിയല്ലേ? വാഹനം വാങ്ങിയിട്ട് നരകത്ത് പോവാണെങ്കിലോ? എന്തിനാ വിവാഹം കഴിക്കുന്നത്? സ്വർഗം കിട്ടാൻ. വിവാഹം കഴിച്ചിട്ട് നരകത്ത് പോവാണെങ്കിലോ? ഇതിനൊക്കെ ഉള്ള കാരണം നമ്മുടെ മനസ്സിലെ ഈമാനിന്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് കപടവിശ്വാസികളെ പറ്റി അള്ളാഹ് പറഞ്ഞു, ഉലായിക്കല്ലദിനഷ്തറബു ദ്വലാലത്ത ബിൽ ഹുദ. നമ്മൾ നേരെ തിരിച്ചാണ്. ദുർമാർഗം കളഞ്ഞിട്ട് സന്മാർഗം കണ്ട് സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്താണോ പറഞ്ഞത്, മാതാ ഖാല റബ്ബുക്കും, എന്താ റബ്ബ് പറഞ്ഞത്, എന്താ പ്രവാചകൻ ചെയ്ത് കാണിച്ചത്, അതിൽ ഉറച്ചു നിന്ന് സാഹചര്യങ്ങളും പിന്നെ കുടുംബവും തലമുറയും കാലഘട്ടവും കൂട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും സ്നേഹിതന്മാരും എന്തൊക്കെ പറഞ്ഞാലും ശരി, അള്ളയും റസൂലും പറഞ്ഞോട്ട് ഉറച്ചു നിൽക്കാൻ. ഒരു കാരണവശാലും എനിക്ക് കിട്ടിയ ഹിദായത്ത് കൊടുത്തിട്ട് ഞാൻ ദുർമാർഗം വാങ്ങൂല. വിശ്വാസാണ്ട് കളഞ്ഞിട്ട് കാപ്പട്യം സ്വീകരിക്കൂല. കാരണം മരിച്ചു പോണം. പരലോകത്തെത്തിയാൽ ഈ നഷ്ടം നികത്താൻ ഒരാൾക്കും കഴിയില്ല. സഹോദരന്മാരെ, നമ്മളെ 3 കെട്ടും കെട്ടി കബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് ഓർക്കാൻ ദുനിയാവിൽ ആരും ഉണ്ടാവും? വാക്കിലും നോക്കിലും ചലനത്തിലും സമീപനത്തിലും പ്രതികരണത്തിലുമൊക്കെ ഈമാനിന്റെ ചുവ നിലനിർത്തി ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ ഈ വിഭാഗം ആളുകളെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാഫിറുകളാവരുത്, നമ്മൾ മുനാഫിക്കീങ്ങളാവരുത്, നമ്മൾ വിശ്വാസികളാവണം. വിശ്വാസി എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ വിശ്വാസം? വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം, അവന്റെ പെരുമാറ്റം, അവന്റെ ഈമാൻ, അവന്റെ അമലുകൾ, അവന്റെ സമീപനം, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ പ്രതികരണം, അവന്റെ സമ്പാദനം, അവന്റെ വിനിമയം, അവന്റെ മുആമലാത്തുകൾ, വീടുണ്ടാക്കല്, വസ്ത്രം, ഭക്ഷണം, വിവാഹം, വിവാഹമോചനം, ഉറക്കം, നടത്തം, കിടത്തം, എല്ലാം അള്ളയും റസൂലും പറഞ്ഞ അതേ രൂപത്തിലാണ്. അങ്ങനെ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെയാണ് അള്ളാഹ് മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. നമ്മൾ ആ ബിസിനസ് ആക്കുന്നുണ്ട്. ഇവിടെ എന്താ നടത്തിയത്? ഉലൈകല്ലദീന ഇശ്തറവു ദ്വലാലത ബിൽ ഹുദ. സന്മാർഗാണ്ട് കൊടുത്ത് ദുർമാർഗം വാങ്ങിക്കാം. സൂറത്ത് തൗബയിൽ എന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും. സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു ഇങ്ങോട്ട് സ്വീകരിക്കുന്നു സമ്പത്തും ശരീരവും.
ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം ഓൽക്ക് പകരം കൊടുക്കുക. നമുക്ക് പകരം കിട്ടേണ്ടത് സ്വർഗമായിരിക്കും. ആ സ്വർഗം പകരം കിട്ടാൻ അവനവന്റെ അധ്വാനവും അവനവന്റെ ഭൗതികതയും അവനവന്റെ സമയവും അവനവന്റെ സമ്പത്തും അറിവും കഴിവും ഒക്കെ സമർപ്പിച്ച് സ്വർഗം നേടുന്ന, ഈമാൻ നിലനിർത്തുന്ന, ഹിദായത്ത് മാറോട് ചേർക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.